നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫങ്ഷൻ പോയിന്റേഴ്സാണ്. മറ്റേത് എല്ലാവരും ഉള്ളപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഫങ്ഷൻ പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫങ്ഷനിലേക്കുള്ള ഒരു പോയിന്റർ. പോയിന്റർ ടു എ ഫങ്ഷനാണ് ഫങ്ഷൻ പോയിന്റർ. ഓക്കെ. അതിൻ്റെ ഏറെക്കുറെ അതേപോലെ തന്നെ. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, പിന്നെന്തുണ്ടാവും, പിന്നെ ഫങ്ഷൻ നെയിം ഉണ്ടാവും, പിന്നെ അതിൻ്റെ സ്റ്റാർ വേരിയബിൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെയാണ് അതിൻ്റെ ഇതുണ്ടാവുക, സിൻടാക്സ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ, നമ്മൾ സി ലാംഗ്വേജിൽ നമ്മൾ കോഡിൽ എഴുതുമ്പോൾ എഴുതേണ്ടത് ഇൻറ്റ് ഓഫ് സ്റ്റാർ പി. ഇങ്ങനെ ഇതിന് എന്തെങ്കിലും കണ്ടുണ്ടോ ഇതേപോലത്തെ ഒരു ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നത്? പോയിന്റർ ടു ആൻ അറേ പഠിച്ചില്ലേ നമ്മൾ? അത് ഈ ഒരു അത് പോയിന്റർ ടു ആൻ അറേ, അത് ഈ ഒരു ഫോർമാറ്റിലല്ല നമ്മൾ എഴുതുക, ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു അറേ എഴുതില്ല. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫങ്ഷൻ പോയിന്റർ എഴുതാം. ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, പി എന്ന് പറയുന്ന ഇവിടെ ഒരു ഫങ്ഷൻ പോയിന്ററാണ്. ഓക്കെ, അത് ഒരു ഫങ്ഷനിലേക്ക് പോയിന്റ് ചെയ്യും. ആ ഫങ്ഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റിജർ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കും. 2 എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ പോയിന്ററാണ്, ഒരു ക്യാരക്ടർ പോയിന്ററാണ് റിട്ടേൺ ചെയ്യുക. പിന്നെ ഒരു ഇൻറ്റും ക്യാരുമാണ് എടുക്കുക. ഓക്കെ, ഇനി ഇത് കോഡിൽ ഞാൻ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സാധാരണ മാതിരി ഒരു കോഡ് എഴുതി ഹാഷ് ഇൻക്ലൂഡ് കൊടുത്തു. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എഴുതാം. ആദ്യം ഒരു ഇൻറ്റ് ഒരു സം ചെയ്യാനുള്ള കോഡായിട്ട് എഴുതുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റ് കോമ ഇൻറ്റ് എഴുതാം. അങ്ങനല്ലേ പ്രോട്ടോടൈപ്പ് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫങ്ഷൻ പോയിൻ്റ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇൻറ്റ് സ്റ്റാർ പി എഴുതാം. ഇതിൻ്റെ ബ്രാക്കറ്റിൽ എന്താ എഴുതാം? ഇൻറ്റ് കോമ ഇൻറ്റ് എഴുതാം. ഇത് ഇതേപോലെ തന്നെ അല്ലേ? കാരണം ഇത് പോയിന്റ് ചെയ്യുന്നത് ഇതിലേക്കായിരിക്കണം. ഇതെന്ന് പറയുന്നത് 2 ഇൻറ്റിജർ ഉണ്ടോ? ഇതേപോലെ തന്നെ 2 ഇൻറ്റിജർ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കണം. എന്നിട്ട് റിട്ടേൺ ടൈപ്പ് എന്ത് ചെയ്യണം? ഒരു ഇൻറ്റ് കൊടുക്കണം. ഓക്കെ, നമ്മളിവിടെ ഒരു സംഭവം കൂടെ എഴുതാണ്. ഇൻറ്റ് നമുക്ക് വേണ്ട സംഭവം i = ഒരു 10 കൊടുക്കുക, കോമ j = 20 കൊടുക്കുക, കോമ k കൊടുക്കുക. സോറി, k കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം? ഈ പി എന്നുള്ളൊരു സംഭവം നമുക്ക് ഒരു സമ്മിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാം? എനിബഡി? p is equal to sum കൊടുത്താൽ മതി. p = sum കൊടുക്കാൻ പറ്റുമോ? ഹലോ, p = sum കൊടുത്താൽ എന്താ സംഭവിക്കുക? നമ്മൾ മറ്റേ പോയിന്ററിൽ എങ്ങനെ കൊടുക്കല്? അതായത് ഓക്കെ, അതന്നെ അത് കൊടുക്കുന്ന, അതായത് പി നമ്മൾ സമ്മിലേക്ക് പോയിന്റ് ചെയ്യുക. അങ്ങനെയാണ് ഫംഗ്ഷൻ പോയിന്റർ പോയിന്റ് ചെയ്യുക. ഓക്കെ, പി എന്നുള്ളൊരു പോയിന്ററാണ്, ഒരു ഫംഗ്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതുവരെ ഉള്ളത് എന്തെങ്കിലും കമ്പൈലേഷൻ എററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെയിറ്റ് GCC ഫങ്ഷൻ പോയിന്റർ -o
അൺഡിഫൈൻഡ് റെഫറൻസ് സമ്മ കാണിക്കുന്നത്. ഇവിടെ സം എന്നുള്ള സാധനം നമ്മൾ എഴുതിയിട്ടില്ല. ഓക്കെ, സം എന്നുള്ള ഫംഗ്ഷന്റെ പുറത്താണ്. അതെ, സം നമ്മൾ എഴുതിയിട്ടില്ല അവിടെ. ഓക്കെ, അപ്പോൾ സം നമ്മൾ എഴുതണമെങ്കിൽ സം നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ എഴുതാം. ഒരു ഇൻറ്റിജർ അല്ലേ റിട്ടേൺ ചെയ്യുന്നത്. സം എഴുതിയിട്ട് ഇൻറ്റ് ഐ കോമ ഇൻറ്റ് ജെ. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഐയും ജെ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. റിട്ടേൺ എന്ത് ചെയ്യണം, ഐ പ്ലസ് ജെ കൊടുക്കാം. ഐ പ്ലസ് ജെ നമ്മൾ റിട്ടേൺ ചെയ്യാൻ ചെയ്യുന്നത് ഒന്നുമില്ല. ഈ ഫംഗ്ഷൻ ജസ്റ്റ് എടുത്തിട്ട് ഐ പ്ലസ് ജെ റിട്ടേൺ ചെയ്ത് തിരിച്ചയക്കുക ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം, ഒന്നും സംഭവിക്കുന്നുണ്ടോന്ന്. ഒരു കുഴപ്പമില്ല, എററൊന്നുമില്ല. അപ്പോൾ ഇത് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. പോയിന്റർ സമ്മിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ സമ്മിലേക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതായത് സമ്മിലേക്ക് നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെ കൊടുക്കുക? സം ഓഫ് ഐ കോമ ജെ എന്നല്ലേ കൊടുക്കുക സാധാരണ രീതിക്ക്. ഇൻറ്റ് എസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം നമുക്ക് അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ പ്രിന്റ് എഫ് പെർസെൻറ്റേജ് ഡി സ്ലാഷ് എൻ കോമ എസ്. ഇത് ചെയ്താൽ എന്ത് കിട്ടണം നമുക്ക്? നോക്കാം, ഐയും ജെയും സമ്മ് കിട്ടണം. ഓക്കെ, 30 കിട്ടി. ഇനി പോയിന്റർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? അതായത് ഇപ്പം ഇതേപോലെ തന്നെ നമ്മൾ എഴുതണം. അതായത് ഇൻ്റെ ഒരു സം എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഈക്വൽ ടു സ്റ്റാർ പി ഓഫ്, അതായത് ഇതല്ലേ പോയിന്റ് ചെയ്യുന്നത്. ഈ പോയിന്റ് ചെയ്യുന്നതിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ ഐ കോമ ജെ കൊടുക്കാം. ഇതെന്തെങ്കിലും എറർ അടിക്കുന്ന നോക്കാം. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇതൊന്ന് കമന്റ് ചെയ്താളെ ആദ്യം. ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ പ്രിന്റ് ചെയ്യാം? റിട്ടേൺ അത് ഒന്നുമില്ല, തന്നെ റിട്ടേൺ ചെയ്യുന്നത് അല്ലേ? എസ് അൺഡിക്ലെയർഡ്. അപ്പോൾ നമ്മൾ ഇൻറ്റ് എസ് കൊടുക്കണം ഇവിടെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഡോട്ട് സ്ലാഷ് 1 എന്ന് പറയുന്നത് കണ്ടോ, 30 കിട്ടി. അതായത് നമ്മളൊന്നും വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു പോയിന്റർ ഉപയോഗിച്ച് ഫംഗ്ഷനെ പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് ആ പോയിന്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഐയും ജെയും വാല്യൂ ആയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിൽ റിട്ടേൺ ആയിട്ട് എന്ത് കിട്ടുന്നു, നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നു. നമ്മളെ ഫംഗ്ഷനെ വിളിച്ചിട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഫംഗ്ഷൻ പോയിന്റർ ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഫംഗ്ഷൻ പോയിന്ററുടെ ഉപയോഗം എന്തൊക്കെയാ അറിയോ? ഫംഗ്ഷൻ പോയിന്ററുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂസസ് ഓഫ് എഫ് പി ആണ് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ഡൈനാമിക് റൺ ടൈമിൽ ലിങ്ക് ചെയ്യാം. ഡൈനാമിക് റൺ ടൈമിൽ ലിങ്കിങ്, ഇത് റൺ ടൈമിൽ നടക്കുന്നത്. റൺ ടൈമിലാണ് നടക്കുന്നത്. നമ്മൾ വാല്യൂ കൊടുക്കുന്നതും ഇതൊക്കെ നമുക്ക് റൺ ടൈമിൽ തന്നെ കൊടുക്കാം. കാരണം പോയിന്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് ഒന്നാമത്തെ അപ്ലിക്കേഷൻ. രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് ത്രെഡിലും ത്രെഡ്സ് പിന്നെ പ്രോസസ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇല്ല, പ്രോസസ്സിലും ത്രെഡിലും ഒക്കെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ സാധനം. അത് വളരെ അത്യാവശ്യമാണ് ഇതിന്, ഈ ഒരു ഫംഗ്ഷൻ പോയിന്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ്. പിന്നെ സിഗ്നൽ ഹാൻഡ്ലിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ സിഗ്നൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിനക്സിലും ഇതിലൊക്കെ OS-ൽ കുറച്ച് സിഗ്നൽസ് ഉണ്ട്. അത് OS-ന്റെ കോൺസെപ്റ്റ്സ് പഠിപ്പിക്കുമ്പോൾ പറയും. അപ്പോൾ അതിനൊക്കെ ഇത് ഫംഗ്ഷൻ പോയിന്റർ കുറച്ച് ഹെൽപ്ഫുൾ ആണ്, അതൊക്കെ അങ്ങനത്തെ കോഡൊക്കെ ചെയ്യാൻ. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവർ പ്രോഗ്രാമിംഗ് ഒക്കെ അല്ലേ,
ഇതിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്, ഡ്രൈവറിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് സിമ്പിൾ ഒരു ഫങ്ഷൻ പോയിൻ്ററിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ യൂസും അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും കോഡിൽ. ഈ ഫംഗ്ഷൻ അഡ്രസ് ഉണ്ട്. അപ്പോൾ ഫംഗ്ഷൻ അഡ്രസ്സ് ഉണ്ട്. ഫംഗ്ഷൻ എവിടെ സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റാക്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫംഗ്ഷനും അഡ്രസ്സ് ഉണ്ടാവും. ഫംഗ്ഷന് അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, ഫംഗ്ഷൻ അതിൻ്റെ അഡ്രസ്സും അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച വേരിയബിൾസും സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഫംഗ്ഷൻ ബ്ലോക്ക് ഉണ്ട് സ്റ്റാക്കിൽ. കാൽക്കുലേഷൻ ഒക്കെ അതിൻ്റെ തന്നെ ഉണ്ടാവുക. അതെ അതെ അതെ, ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ കാൽക്കുലേഷൻ അല്ല, അസൈൻ ചെയ്ത സാധനങ്ങളും ഇതൊക്കെ. കാൽക്കുലേഷനൊക്കെ നടക്കുന്നത് നമ്മളെ പ്രോസസ്സറിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അഡ്രസ് അഡ്രസ്സ് നമ്മൾ ഡൈനാമിക് ആണ്, മെമ്മറിയിൽ ഡൈനാമിക് ആണ് അഡ്രസ്സ് വരിക. അപ്പോൾ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കോഡിൽ പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല. ഇത്രയും കൺസിസ്റ്റൻറ്റ് ബ്ലോക്ക് ഓഫ് മെമ്മറി നമുക്ക്, അല്ലെങ്കിൽ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി നമുക്ക് വേണമെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പല പല സ്ഥലത്തായിരിക്കും മെമ്മറി കിട്ടുക. ഓക്കെ ഓക്കെ, പിന്നെ വരുന്നത് ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മൾ സെക്കൻഡറി ഡാറ്റ ടൈപ്സും പ്രൈമറി ഡാറ്റ ടൈപ്സും പറഞ്ഞു ഇതിൻ്റെ മുന്നേ. സെക്കൻഡറി ഡാറ്റ ടൈപ്പിൽ വരുന്നതാണ് എന്തൊക്കെ? അറേ, പോയിന്റേഴ്സ്, സ്ട്രക്ചർ, യൂണിയൻ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അതിൽ പറഞ്ഞ എന്തൊക്കെയാ? അറേ, പോയിന്റേഴ്സും മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, സ്ട്രിങ് അതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ്. ഓക്കെ, ഇതിൽ വരുന്നതാണ് ഏതൊക്കെ? നീ കോഡ് എഴുതിയെടുത്തോ, ഞാൻ അത് പറയാണ്. അപ്പോൾ ടൈപ്പ് ഡെഫ്, structures, union, enum. ഓക്കെ, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക് അല്ലെങ്കിൽ. ഓക്കെ, ഞാനത് പറയാൻ പോവാണ്. അതായത് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളെ പൈത്തണിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻ്റർപ്രറ്റർ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജിൽ നമുക്ക് വരുന്നത് ക്ലാസ്സുകളാണ് വരുന്നത്. പക്ഷെ സിയിൽ അത് വരുന്നത് നമുക്ക് അതിന് സ്ട്രക്ചർ എന്നാണ് പറയാം. സ്ട്രക്ചർ യൂണിയൻ ആ ഒരു കോൺസെപ്റ്റാണ് സിയിലുള്ളത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞാൽ, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. സ്ട്രക്ചറാണ് ആദ്യം പറയാൻ പോകുന്നത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഇതെന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ. ഓക്കെ, പിന്നെ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. ഇതാണ് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ സേവ് ചെയ്ത് വെച്ച ഒരു 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 എന്താ പറയുക, സീൻ്റെ ഒരു ഡാറ്റ ടൈപ്പിനാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്.
അതിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ എഴുതാൻ പറ്റും. നമുക്ക് അറയിലൊക്കെ സീൽ അറയിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ എഴുതാൻ പറ്റില്ല. ഇൻറ്റിജറാണ് ഇൻറ്റിജർ മാത്രമേ എഴുതാൻ പറ്റൂ, ക്യാരക്ടറാണ് ക്യാരക്ടർ മാത്രമേ എഴുതാൻ പറ്റൂ. പക്ഷേ നമ്മൾ പൈത്തണിലോ ജാവാസ്ക്രിപ്റ്റിലോ നമുക്ക് ലിസ്റ്റോ അറയോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ നമുക്ക് ലിസ്റ്റിൽ എഴുതാൻ പറ്റും. പക്ഷേ സീൽ അങ്ങനെയല്ല. സീൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി സ്ട്രക്ചർ എങ്ങനെ നമ്മൾ കോഡിൽ എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സ്ട്രക്ചർ നമ്മൾ എഴുതുകയാണെങ്കിൽ സ്ട്രക്ചറിന് അത് മെയിൻ്റെ ഉള്ളിലാണോ പുറത്തായിരിക്കും എഴുതാം? സാധാരണ ക്ലാസ്സുകളൊക്കെ എഴുതാം അറിയോ? ക്ലാസ്സുകളൊക്കെ എഴുതാൻ സാധാരണ പുറത്തായിരിക്കും. നമ്മൾ ഫങ്ഷൻ്റെ പുറത്താണ് ക്ലാസ്സുകളൊക്കെ എഴുതാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ സ്ട്രക്ട് എന്നുള്ള ഒരു കീവേഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ സ്ട്രക്ചറിൻ്റെ ഇവിടെ ഒരു നെയിം എഴുതാം നമ്മൾ. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു ബണ്ടിൽ എന്നുള്ളൊരു നെയിം എഴുതാണ്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ടാഗ് നെയിം എന്ന് പറയാം. സ്ട്രക്ചറിന് ടാഗ് നെയിം എന്ന് അതിന് പറയാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്ലാസ് എഴുതുന്ന പോലെ തന്നെ ഒരു 2 കേളി ബ്രേസ് ഇട്ടിട്ട് നമ്മളിവിടെ എന്താ പറയുക, ഫസ്റ്റ് ആദ്യത്തെ മെമ്പർ എഴുതാം. മെമ്പർ 1, മെമ്പർ 2, മെമ്പർ 3 ഇങ്ങനെ എഴുതി പോവുകയാണ് ചെയ്യുക സാധാരണ. എന്നിട്ട് ഇവിടെ സിൻടാക്സ് കറക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെമി കോളൻ നമ്മൾ ഇടണം. ഈ മെമ്പറിനൊക്കെ നമ്മൾ സെമി കോളൻ ഇടണം ലാസ്റ്റ് എഴുതി കഴിഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചറിന് എഴുതാം. അപ്പോൾ സ്ട്രക്ചറിന് ഒരു ബണ്ടിൽ എന്നുള്ള സ്ട്രക്ചറിൽ ഇപ്പം നമ്മൾ ഒരു ഡാറ്റകൾ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇൻഡ് ഐ എന്ന് എഴുതാം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ക്യാര് CH എഴുതാം. ഇതുപോലെ നമുക്ക് ഫ്ലോട്ട് F എഴുതാം. ഇതുവരെ നമ്മൾ സിയിൽ ഉപയോഗിച്ച ഡാറ്റ ടൈപ്പുകളിലൊന്നും നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഉള്ളിലും മിക്സഡ് ആയിട്ടുള്ള ഡാറ്റാസ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. സ്ട്രക്ചറിൽ മാത്രമാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്ട്രക്ചർ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലാണ് സേവ് ആവാന്ന് പറഞ്ഞു. ഇപ്പോൾ അതായത് ഇതിന് എന്താ പറയുക, നമുക്കിപ്പോൾ ഇൻഡിൻ്റെ 1 സെക്കൻഡ് അതായത് നമ്മൾക്ക് ഇപ്പം സ്ട്രക്ചർ എഴുതുമ്പോൾ നമുക്ക് ഇൻഡ് ക്യാര് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മെമ്മറി സ്പേസ് നമ്മളെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടാവും. അത് വരയ്ച്ച് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇതിൽ ഇൻഡ് ഉണ്ട്, ഇതിൽ ക്യാരുണ്ട്, ഇതിൽ ഫ്ലോട്ട് ഉണ്ട്. അപ്പം ഇൻഡിൻ്റെ എത്രയാ, ഇത് ഇൻഡാണ്, ഇൻഡിൻ്റെ 4 ബൈറ്റ് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ക്യാരിൻ്റെ 4 അല്ല, ക്യാരിൻ്റെ 1 ബൈറ്റ് ആണ്. 1 ബൈറ്റ് ഇവിടെ ഉണ്ടാവും. പിന്നെന്താ ഉള്ളത്, പിന്നെ നമ്മളെ ഫ്ലോട്ടിൻ്റെ എത്ര ഉണ്ടാവും, 4 ബൈറ്റ് ഇവിടെ ഉണ്ടാവും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനാണ് ഇതുണ്ടാവുക. ഓക്കെ, ഇത് നമ്മൾ മെയിനിൽ എഴുതാണെങ്കിൽ എങ്ങനെ വെച്ചാൽ മെയിനിൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കണം എന്ന് വിചാരിച്ചോ, സ്ട്രക്ചറിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോ, ഒരു വേരിയബിൾ. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ അതിൻ്റെ ഒരു സിൻടാക്സ് എങ്ങനെ വെച്ചാൽ സ്ട്രക്ട് എന്ന് എഴുതിയിട്ട്
നമ്മൾ ഇതിൻ്റെ ഏത് സ്ട്രക്ചർ അപ്പോൾ മൾട്ടിപ്പിൾ സ്ട്രക്ചർ എഴുതിക്കൂടെ ഇതേപോലെ സ്ട്രക്ചർ ബണ്ടിൽ സ്ട്രക്ചർ ബോട്ടിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതാം. അപ്പോൾ ഈ ബണ്ടിലിനെ തന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ബണ്ടിലിന് എഴുതുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഡാറ്റ ടൈപ്പ് ഒരു B1 എന്നുള്ളൊരു ഡാറ്റ ടൈപ്പ് ഒരു വേരിയബിൾ നമ്മൾ എഴുതുക. ഡാറ്റ ടൈപ്പ് അല്ല സോറി വേരിയബിൾ നമ്മൾ എഴുതാണ്. അപ്പോൾ ഇതിനെ പറയുന്ന ഇത് യൂസർ ഡാറ്റ ടൈപ്പാണ്, ഇതിൻ്റെ ടാഗ് നെയിമാണ് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ്, ഇത് അതിൻ്റെ വേരിയബിളാണ്. ഓക്കെ, ഇപ്പം O1 എന്നുള്ള ഒരു എന്താ പറയുക ഒരു ബണ്ടിൽ നമ്മൾ ക്രിയേറ്റ് ആയി അവിടെ ഒരു ഇൻസ്റ്റൻസ് അല്ല ഒരു അതിൻ്റെ ഒരു വേരിയബിൾ സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ സാധാരണ രീതിക്ക് ഇൻഡ് M എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് അല്ല, ഇൻഡ് ആണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്. ഇതാണ് പ്രീ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഇൻഡ് എന്നൊക്കെ ഉള്ളത്. ഇത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ബണ്ടിൽ എന്നൊക്കെ എഴുതിയത് ഇവിടെ എഴുതുന്നത് ഇത് ഡാറ്റ ടൈപ്പാണ്. അതായത് B1 എന്നുള്ളത് എന്ത് ടൈപ്പാ? ബണ്ടിൽ ടൈപ്പാണ്. M എന്നുള്ളത് ഇൻഡ് ആണ് ടൈപ്പ്, B1 എന്നുള്ളത് ബണ്ടിൽ ടൈപ്പാണ്. ബണ്ടിൽ എന്നുള്ളത് എന്താ? ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, ഇനി നമ്മൾ സ്ട്രക്ചറിൻ്റെ മെമ്പറിനെ ആക്സസ് ചെയ്യണമെന്ന് വിചാരിച്ചോ നമ്മൾ. ഓക്കെ, സ്ട്രക്ചറിൻ്റെ മെമ്പറിനെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഏത് ഓപ്പറേറ്ററാണ്? ഊപ്സ് കോൺസെപ്റ്റിൽ നമ്മൾ എല്ലാ ഊപ്സിലും നമ്മൾ ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലെ ക്ലാസ്സിൻ്റെ ഉള്ളിലെ വേരിയബിളിനെയും ഡാറ്റേനെയും ഒക്കെ ആക്സസ് ചെയ്യുന്നത്. നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. അതായത് മെമ്പറിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ സ്ട്രക്ചർ വേരിയബിൾ ഈ വേരിയബിൾ വെച്ചിട്ട് നമുക്ക് മെമ്പറിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഐനൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. ഓക്കെ, അതായത് ഇതിപ്പം നമ്മളിപ്പം ഇതിലേക്ക് ഡാറ്റ നമുക്ക് എൻ്റർ ചെയ്യണമെന്ന് വിചാരിച്ചോ. ഇത് നമുക്ക് ഇൻഡെം നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ സ്ട്രക്ചറിലേക്ക് ഇനി ഡാറ്റ എൻ്റർ ചെയ്യാൻ പോവാണ്. ഈ വേരിയബിളിലേക്ക് ഇത് ഈ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ ഡാറ്റ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്കൊരു ഇതിൻ്റെ ഒരു B1 എന്നുള്ളൊരു വേരിയബിൾ കിട്ടിയിട്ടുണ്ട്. ആ വേരിയബിൾ ഡോട്ട് എങ്ങനെ നമ്മൾ സാധാരണ ഇതിലൊക്കെ ചെയ്യുക? പൈത്തണിലും ജാവാസ്ക്രിപ്റ്റിലൊക്കെ എങ്ങനെ ചെയ്യുക? B1 ഡോട്ട് ബണ്ടിലല്ല. B1 എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ വെച്ചാൽ ഈ ബണ്ടിലിൻ്റെ ഒരു അപരനാണ്. ഈ ബണ്ടിൽ തന്നെയാണ് B1, അതിൻ്റെ ഒരു വേരിയബിൾ അത്. ഈ ബണ്ടിലിന്റെ ഉള്ളിൽ ഐയിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഐക്കല്ലേ. ഈ ഒരു ഒബ്ജക്റ്റ് മാതിരിയാണോ അത്? അതെ, ഇതൊരു ഒബ്ജക്റ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇതിൽ വരുന്നില്ല. ഇത് ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്ട്രക്ചർ ആണ്. ഡാറ്റ സ്റ്റോറേജിന് മാത്രമേ ഇത് ഉപയോഗിക്കുള്ളൂ ഈ ഒരു കോൺസെപ്റ്റ്. ഈ B1 എന്ന് പറയുന്ന സംഭവം എന്താ? B1ൽ നമ്മൾ ഐ എന്നുള്ള സാധനത്തിലേക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. ഇനി B1 ഡോട്ട് CH നമുക്ക് എന്ത് കൊടുക്കാം? ഏതെങ്കിലും ക്യാരക്ടർ കൊടുക്കാം, A കൊടുക്കാം. ഇനി B1 ഡോട്ട് F നമുക്ക് എന്ത് കൊടുക്കാം? 32.5 കൊടുക്കാം. ഓക്കെ, ഇതൊന്നും നമ്മൾ കമ്പൈൽ ചെയ്ത് നോക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, ഇഷ്യൂ ഒന്നുമില്ല. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാലും വലിയ ഒന്നും കാണിക്കൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിനെങ്ങനെ പ്രിന്റ് ചെയ്യാം? നമ്മൾ printf %d, %c, %f /n, i, ch, f ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ അവിടെ? എനിവൺ? ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അല്ല, ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഐയും CH F ഒക്കെ സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തത്, സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള വേരിയബിൾസിനൊക്കെ ഇനീഷ്യലൈസ് ചെയ്തത്, ആ ഒരു സെയിം ഫോർമാറ്റിൽ തന്നെ ഇവിടെ കൊടുക്കണം. കാരണം ഈ CH ഇവിടെ ആക്സസ് കിട്ടില്ല, പക്ഷെ B1 ഇവിടെ ആക്സസ് ഉണ്ട്. അപ്പോൾ B1 ഡോട്ട് ഐ എന്ന് കൊടുക്കണം ഇവിടെ. അതേമാതിരി B1 ഡോട്ട് CH, B1 ഡോട്ട് F കൊടുക്കണം. ഇത് നമ്മൾ സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടോ നമ്മൾ ചെയ്ത സാധനങ്ങൾ കിട്ടി ഇവിടെ.
അപ്പോൾ ഈ B1 ഉള്ളിൽ ഈ സാധനം കയറി. അതുകൊണ്ടാണ് നമുക്ക് B1 പ്രിന്റ് ചെയ്തപ്പോൾ അത് കിട്ടിയത്. ഓക്കെ, കിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ എഴുതിയാൽ സംഭവിക്കാം. B2 കൊടുത്താൽ എന്ത് സംഭവിക്കോ? അല്ല ഒന്നും സംഭവിക്കില്ല. കാരണം നമ്മൾ ഇതെന്താ സംഭവം, ഈ ബണ്ടിൽ നിന്നുള്ള എന്താ ഡാറ്റ ടൈപ്പാണ്. ഡാറ്റ ടൈപ്പിന്റെ 2 വേരിയബിൾസ്. ഇതിങ്ങനെ എഴുതുന്നതിന് ഈക്വലന്റാ. ഇൻഡ് M, N എന്ന് എഴുതാൻ പറ്റില്ല നമുക്ക്. അതേപോലെയാണ് ഇതും. പക്ഷെ അതിന്റെ ഉള്ളിൽ B2 ഇല്ലല്ലോ. B2 ഇല്ല. അതായത് B2ന്റെ ഒരു ബണ്ടിൽ ടൈപ്പ് ഓഫ് B2 ഇവിടെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ബണ്ടിൽ ടൈപ്പ് ഓഫ് B2നെ നമ്മൾ എന്ത് ചെയ്തില്ല, ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. B1 മാത്രമേ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ B2 ഓഫ് I പ്രിന്റ് ചെയ്ത് നോക്കി എന്താ വരിക നമുക്ക്? B2 ഓഫ് CH, B2 ഓഫ് F നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കാണ്. കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പോൾ ഗാർബേജ് ആകട്ടെ. കണ്ടോതാ, ഗാർബേജ് വാല്യൂ. നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാത്ത ഡാറ്റ അത്. ഇൻഡിന്റെ ഡിഫോൾട്ട് വാല്യൂ ഗാർബേജ് കിട്ടി, ഫ്ലോട്ടിന്റെ 0 കിട്ടി, ക്യാരക്ടർ ഒന്നുമില്ല അവിടെ. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്താൽ മാത്രമേ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഡാറ്റ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ചെയ്ത് സപ്പോസ് B2 സ്ട്രക്ചറിന്റെ ഉള്ളിൽ വാല്യൂ കൊടുത്തിട്ട് അത് ആക്സസ് ചെയ്യാൻ കഴിയില്ലേ? സ്ട്രക്ചറിന്റെ ഉള്ളിൽ വാല്യൂ കൊടുത്തിട്ട് അത് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ കഴിയൂലേ? എങ്ങനെ? ഇവിടെ ഈക്വൽ ടു പറഞ്ഞിട്ട് ഇതാ, അത് ഞാൻ പറയാം. അങ്ങനെ ചെയ്യുക എങ്ങനെയാണ്, എപ്പോഴാണ് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇനി ചെയ്യാൻ പറ്റൂലേ എന്ന് പറയാം. ഓക്കെ, അപ്പം B2 ഈക്വൽ ടു B1 എഴുതാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? എന്തായിരിക്കും വരിക? രണ്ടും സെയിം വാല്യൂ വരും. കാരണം ഇത് B1 ഉം B2 സെയിം ഉണ്ടോ? ഇതെന്താ സംഭവിക്കുക വെച്ചാൽ B1 വാല്യൂ B2ലേക്ക് കയറും. കാരണം നമ്മൾ സാധാരണ N = M, M = N എന്നൊക്കെ ഇൻഡിജറിന് നമ്മൾ എഴുതൂലേ, അതേപോലെ തന്നെ ഇവിടെ നടക്കും. സ്ട്രക്ചറിന്റെ ഉള്ളിലുള്ള എല്ലാ വേരിയബിൾസും ഈ B1 നിന്ന് B2ലേക്ക് കോപ്പി ആവും. ഇതാണ് സ്ട്രക്ചർ കോപ്പിയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാർഷ്യലി ഇനീഷ്യലൈസ് ചെയ്യാം. നമുക്ക് അതായത് സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള വേരിയബിളിനെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് പാർഷ്യലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ല ഈ ബണ്ടിൽ ടൈപ്പ് ഉണ്ടല്ലോ. പറ. ബണ്ടിൽ ടൈപ്പ് നമുക്ക് രണ്ടെണ്ണം എത്ര വേണമെങ്കിലും എത്ര വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലാ പറയുന്നത്. ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നാ? അല്ലെ ബണ്ടിൽ B1, B2, B3 അങ്ങനെ എഴുതാൻ പറ്റും. എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. വോയിഡ് മെയിൻ്റെ ഉള്ളിൽ ഇവിടെ അല്ലേ പറയുന്നത്, ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, കൊടുക്കാൻ പറ്റും. B1, B2, B3 എത്ര ടൈപ്പ് വേണം ഉണ്ടാക്കാം നമുക്ക്. അതിനനുസരിച്ച് അത്രയും മെമ്മറി ക്രിയേറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് സ്ട്രക്ചറിനെ ഇങ്ങനെ മാത്രമല്ല ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുക. ഇതൊരു ടൈപ്പ് ഓഫ് ഇനീഷ്യലൈസേഷൻ ആണ് സ്ട്രക്ചറിന്റെ അല്ലേ. ഇനി വേറെ ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം ഇത് കോപ്പി ചെയ്തില്ല. ഓക്കെ, കോപ്പി ചെയ്യാതെ നമുക്ക് B2നെ ഈക്വൽ ടു ഒരു ഇത് എഴുതിയിട്ട്, അതായത് സ്ട്രക്ട് B2ന്റെ ഒരു എന്താ പറയാ, B2 ഇനീഷ്യലൈസ് ഓരോ ഇതിനും ഓരോ മെമ്മറി. അതെ, ഇതിൽ CH ഈക്വൽ ടു A എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിവിടെ ഒരു സ്ട്രക്ട് ബണ്ടിൽ B2 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി. എന്നിട്ട് CH ഈക്വൽ ടു ഒരു T കൊടുത്തു ഇവിടെ. ഓക്കെ, ഇതൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. അവിടെ CH എന്നുള്ളത് എന്താ, ഓക്കെ സോറി ഇവിടെ നമ്മൾ ഇങ്ങനെ ആദ്യം നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു 10 കൊടുക്കുക, ഇവിടെ ഒരു
25.4 കൊടുക്കുക. ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കണം നമുക്ക് ആദ്യം. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. കണ്ടോ, ഇതൊരു വേ ഓഫ് ഇനീഷ്യലൈസേഷനാണ്. അത് B2 ഡോട്ട് ഇട്ടിട്ട് തന്നെ എഴുതണമെന്നില്ല. നമുക്ക് അതായത് നമ്മളിതിനെ ഒരു ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സാധാരണ വേരിയബിൾ ഇൻഡ് x = 10 ഒക്കെ എഴുതുന്ന മാതിരി നമുക്ക് എഴുതാൻ പറ്റും. ആ ടൈമിൽ തന്നെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഹലോ, കേൾക്കുന്നുണ്ടോ? മനസ്സിലായി. ഓക്കെ, അപ്പം ഇതിനാണ് നമ്മൾ കംപ്ലീറ്റ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ കണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 ബാക്കിയൊക്കെ അതിൻ്റെ റാൻഡം വാല്യൂ അല്ലെങ്കിൽ ഗാർബേജ് വാല്യൂ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വാല്യൂ. ഇപ്പം എന്താ സംഭവിച്ചോടെ? അതായത് B2 ഉണ്ടായി, B2നെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. പക്ഷേ എന്താ, B2ൻ്റെ ഉള്ളിൽ I മാത്രമേ ഇനീഷ്യലൈസ് ആയിട്ടുള്ളൂ. കണ്ടോ, I = 10 മാത്രമേ ഇവിടെ പ്രിൻ്റ് ആയിട്ടുള്ളൂ. പക്ഷേ ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, 0 അല്ലെങ്കിൽ റാൻഡം വാല്യൂ അല്ലെങ്കിൽ ഗാർബേജ് ആയിരിക്കും. അതൊന്നും ഇനീഷ്യലൈസ് ആയിട്ടില്ല. ഇതിന് പറയുന്ന പേരാണ് എന്ത്, പാർഷ്യൽ ഇനീഷ്യലൈസേഷൻ. ഓക്കെ, ഇതിനാണ് പാർഷ്യൽ ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. പിന്നെ നീ നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോന്ന്, നമ്മൾ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ എലിമെന്റിനെ എഴുതാൻ പറ്റുമോന്നല്ലേ നീ ചോദിച്ചത്? ഇതല്ലേ ചോദിച്ചത്? ഇങ്ങനെ ചെയ്യാൻ പറ്റൂല നമുക്ക്. ഓക്കെ, ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇത് ഒരു ഇനീഷ്യലൈസേഷൻ കാരണം എന്താ വെച്ചാല്, കാരണം എന്താണെന്നറിയോ? അത് അതായത് നമ്മളിപ്പം ഇങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചോ, ഇങ്ങനൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ 32.5 ഇത് ഇങ്ങനെയൊക്കെ ഇനീഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെമ്മറി ക്രിയേറ്റ് ആവണ്ടേ? മെമ്മറിൻ്റെ മാത്രമല്ല അതിലേക്ക് വേരിയബിൾ ഇടാൻ പറ്റുള്ളൂ. ഈ സ്ട്രക്ചറിന്റെ മെമ്മറി ക്രിയേറ്റ് ചെയ്യപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ മാത്രം, സ്ട്രക്ചറിന്റെ വേരിയബിൾ ഇല്ലേ, അത് ഉണ്ടാക്കുമ്പോൾ മാത്രമേ അതിന് മെമ്മറി ക്രിയേറ്റ് ആവുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റൂല. സ്ട്രക്ചറിന്റെ വേരിയബിൾ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മളിപ്പം ഇൻഡ് M എന്ന് എഴുതണം, അല്ലെങ്കിൽ ഇൻഡ് M = 10 എന്ന് എഴുതണം അല്ലേ? എന്നാൽ മാത്രമേ ഇതിൽ റാമിൽ ഒരു സ്പേസ്, മെമ്മറി സ്പേസ് ക്രിയേറ്റ് ആവുള്ളൂ. ഇൻഡ് = 10 എഴുതാൻ പറ്റുമോ? ഇല്ല. അതിന് ഇക്വലന്റ് ആണ് ഈ സാധനം. മനസ്സിലായോ? ഇതിനൊരു മെമ്മറി ഇല്ല. ഒരു വേരിയബിൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല, ഒരു മെമ്മറി ഉണ്ടാക്കിയിട്ടില്ല. അതേമാതിരി ഇതിനൊരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണം. ഇതിന്റെ വേരിയബിൾ ആണ് എന്ത്, ബണ്ടിൽ ടൈപ്പിന്റെ വേരിയബിൾ ആണ് B1. ഈ B1 ഇനീഷ്യലൈസ് ചെയ്യാത്തിടത്തോളം കാലം എന്ത് ചെയ്യില്ല, ഇതിന് മെമ്മറി ക്രിയേറ്റ് ആവില്ല റാമിൽ. അപ്പം നമുക്ക് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇനീഷ്യലൈസേഷൻ നടക്കില്ല. ഇതിന്റെ ടൈപ്പ് മാത്രം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ നമുക്ക് കയറ്റാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഇടാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്ലോബൽ അല്ല, ഇതൊരു എന്താ പറയാ ക്ലാസ് പോലെ. നമ്മൾ പൈത്തണിലൊക്കെ നമ്മൾ ക്ലാസ് എഴുതൂലേ, അതേപോലെ പുറത്ത് നമ്മളൊരു ഇങ്ങനൊരു ഡാറ്റ ടൈപ്പ് നമ്മൾ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. അതായത് ഇത് യൂസർ ഡിഫൈൻഡാ. കണ്ടോ, ഇതിനകത്ത് തന്നെ ഇതൊരു മെമ്മറി സ്പേസാണ്. ഇത് മൊത്തം ഈ മെമ്മറി സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡ് ക്യാരി ഫ്ലോട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണിത് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് സ്റ്റോറേജ് ക്ലാസ്സസ് ഉണ്ട്. ഏതൊക്കെ? ഓട്ടോ സ്റ്റാറ്റിക് എക്സ്റ്റേൺ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോറേജ് ക്ലാസ്സസ് ഉണ്ട്. അപ്പം സ്റ്റോറേജ് ക്ലാസ് നമ്മൾക്ക് സ്ട്രക്ചറിന് നമ്മുടെ ഒരു സെറ്റ് മാതിരി. അതെ, നമുക്ക് സ്റ്റോറേജ് ക്ലാസ് നമ്മുടെ സ്ട്രക്ചറിന് കൊടുക്കാൻ പറ്റില്ല. അതായത് സ്റ്റാറ്റിക് സ്ട്രക്ട് 102 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സ്റ്റാറ്റിക് എഴുതാൻ പറ്റില്ല.
ഇങ്ങനെ എഴുതാൻ പറ്റൂല. അങ്ങനെ എഴുതി എന്താ സംഭവിക്കുക? ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സോറി, ഇതിൻ്റെ പുറത്ത് എഴുതാൻ പറ്റൂല. ഇവിടെ ഉണ്ടോ? യൂസ്ലെസ് സ്റ്റോറേജ് ക്ലാസ് സ്പെസിഫയർ ഇൻ എം ടി ഡിക്ലറേഷൻ. ഇത് എം ടി, ഇതിലൊന്നുമില്ല. ഇതിവിടെ ഈ ഒരു സംഭവം യൂസ്ലെസ് ആണെന്നാണ് പറയുന്നത്, സ്റ്റാറ്റിക് എന്ന് എഴുതിയത്. ഇത് മറ്റേ പോലെ തന്നെ വർക്ക് ചെയ്യും. നമ്മൾ ഇനീഷ്യലൈസേഷനിൽ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ചെയ്താൽ എന്ത് ചെയ്യാം? അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുക? ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ സെയിം തന്നെ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കും, റീഇനീഷ്യലൈസ് ആവില്ല. ആ രീതിയിൽ തന്നെ വർക്കാവും അത്. ഓക്കെ, ഇനി വരുന്നത് നമുക്ക് ഇങ്ങനെ നമുക്ക് സ്കാൻ ചെയ്യാനും പറ്റും സ്ട്രക്ചറിലേക്കില്ലേ. അതായത് നമ്മൾ സാധാരണ പോലെ ഇപ്പം ഇതൊരു സ്റ്റുഡൻറ് റെക്കോർഡാണെന്ന് വിചാരിച്ചോ. എന്താ പറയുക, ഇതിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡാണ്. ഒരു ക്യാര് സ്റ്റാർ, നമുക്ക് നെയിമുണ്ട്, പിന്നെ ഇൻഡ് റോൾ നമ്പർ ഉണ്ട്, ഫ്ലോട്ട് മാർക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇതൊരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു റെക്കോർഡാണ് സ്കൂളിലെ. അപ്പോൾ നമ്മൾ ഇതിനെ മാർക്സ് എന്നുള്ളൊരു ടൈപ്പാക്കി മാറ്റുകയാണ്. ഓക്കെ, ഇതിന് മാർക്സ് എന്നുള്ളൊരു, അതായത് ടൈപ്പല്ല, ടാഗ് നെയിം നമ്മൾ കൊടുക്കുകയാണ് മാർക്ക് എന്നുള്ള. അപ്പം ഈ ഒരു സാധനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്സ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഒരു സ്റ്റുഡൻറ്റ് 1 എന്നുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റുഡൻറ്റ് ഡോട്ട് നെയിമിലേക്ക് പ്രിൻ്റ് എൻ്റർ നെയിം /n scanf %s comma student dot name. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ തന്നെ നമുക്ക് എൻ്റർ റോൾ നമ്പറും നമുക്കിവിടെ എൻ്റർ മാർക്സും കൊടുക്കാം. ഓക്കെ, ഇതെന്ത് സംഭവിക്കുക? അഭിജിത്ത്, എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമോ? ആരുമില്ലേ? %s %d %f. ഓക്കെ, ഇവിടെ ഹലോ, പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. റോൾ നമ്പർ %d %f. ഒന്നുമില്ല, ഞാൻ കട്ടായി പോയതാ. ഓക്കെ, ഇതില് സ്റ്റുഡന്റിന്റെ നെയിം, റോൾ നമ്പർ,
ഡീറ്റെയിൽസ് നമ്മൾ പ്രിന്റ് അയക്കും. ഇതിലെന്ത് ചെയ്യണം നമ്മൾ? ആംബർസെൻ്റ് കൊടുക്കണം. സ്കാൻ എഫ് അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. എന്താ പറഞ്ഞത്? ഓക്കെ, ./1 കൊടുത്താൽ നെയിം എന്ന് പറയുന്നത് എന്താ? അഭിജിത്ത് കൊടുക്കും. സോറി, ഇതിൽ അപ്പൊ മോസ്റ്റ് സ്റ്റുഡന്റ് ഡോട്ട് നെയിമിന് വേണ്ടേ? സ്റ്റുഡൻറ്റിന് നമ്മൾ നെയിം കൊടുത്തു. ചോദിക്കുന്നില്ലല്ലോ സ്കാനഫിൽ. പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്യാരക്ടർ അറേ കൊടുത്താൽ നെയിം ഓഫ് 20 കൊടുത്തു കൂടെ. ഹലോ, പറ. ഫ്ലോട്ട് മാർക്സ് ഇൻഡ് റോൾ നമ്പർ സ്ട്രക്ട് മാർക്സ് ഓഫ് ഇത് സ്റ്റുഡൻറ് കൊടുത്തു. ഇതിപ്പോ സ്റ്റുഡന്റിന്റെ മാത്രം അഡ്രസ്, ഇതിപ്പോ സ്റ്റുഡന്റിന്റെ മാത്രം അഡ്രസ് അല്ലേ കിട്ടുള്ളൂ? എങ്ങനെ? അഡ്രസ് ഓഫ് സ്റ്റുഡന്റ് പറയുമ്പോൾ സ്റ്റുഡന്റ് അറിയുന്ന സ്ട്രക്ചറിന്റെ അഡ്രസ് അല്ലത്. ഓക്കെ, ഇത് പോയിന്റർ ആയതുകൊണ്ടായിരിക്കും. റോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു 10 കൊടുത്തു, മാർക്ക് എന്ന് പറയുന്നത് ഒരു 35 കൊടുത്തു. ഉണ്ടോ? ഇങ്ങനെ സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ 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 ഇതിപ്പോൾ കുറേ സ്റ്റുഡൻസ് ഉണ്ട് നമ്മളുടെ അടുത്ത്. അപ്പോൾ ഈ ഓരോ സ്റ്റുഡൻസിൻ്റെയും റെക്കോർഡ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു ഇതിൽ. അതായത് എന്താ പറയുക, അഡ്രസ്സ്, അവരുടെ റോൾ നമ്പർ, മാർക്ക്, ഓരോ സബ്ജക്റ്റിലെ മാർക്ക്, അവർക്ക് ഗ്രേഡുകൾ, പിന്നെ എന്താ ഡിസ്ക്രിപ്ഷൻ സ്റ്റുഡൻറ്റിനെ പറ്റി, അങ്ങനെ എല്ലാം ഒരു എന്താ പറയുക റെക്കോർഡിക്കലായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണിത് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഈ മെയിൻ ഇതുണ്ടല്ലോ. ഹലോ, പറ. എനിക്കൊരു n നമ്പർ സ്റ്റുഡന്റ്സിന്റെ ലിസ്റ്റ് ഇതാക്കണോ, എന്ത് ചെയ്യും? അതൊരു ഇപ്പോൾ ഒരു 5 സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിച്ചോ അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രക്ചറിൽ നമുക്ക് അറേ ഓപ്പറേഷൻ പോലെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സ്റ്റുഡൻറ്റ് ഓഫ് എന്താ പറയുക, ഒരു ഫോർ ലൂപ്പ് ഇട്ട് കൊടുക്കാം. ഫോർ ഒരു തൽക്കാലം 2 കൊടുക്കാം നമുക്ക്. ഓക്കെ, ഫോർ ഇൻറ്റ് I equal to 0, I less than 2, സ്റ്റുഡന്റ് ഒരു I plus plus. ഓക്കെ, സ്റ്റുഡന്റ് ഓഫ് 2 കൊടുത്താ പോരാ? എങ്ങനെ? സ്റ്റുഡന്റ് ഓഫ് 2 അത് കൊടുത്താ പോരാ? അങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ നമ്മളിവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു ലൂപ്പിലിട്ട് കൊടുക്കാണ്, ഓരോ സ്റ്റുഡൻറ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന മാതിരി കൊടുക്കാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഓഫ് 1ൻ്റെ നമുക്ക് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് 1, സ്റ്റുഡൻറ്റ് ഓഫ് 0 കൊടുക്കാം അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പൈൽ ചെയ്തു. എന്താ അവിടെ ആംബസെൻ്റ് സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇത് എൻ്റർ ചെയ്യുന്നിടത്ത് ഇവിടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കണം. അഡ്രസ്സല്ല, നമ്മൾ ഏതിലേക്ക് ഇൻഡെക്സ് കൊടുക്കണം. I. ഓക്കെ, ഇനി നമ്മളിത് കമ്പൈൽ ചെയ്താൽ എററൊന്നുമില്ല. അപ്പോൾ ആദ്യം നെയിം അടിക്കാം. പറയാം, അബി അടിച്ചു, റോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു 10 അടിച്ചു, മാർക്ക് എന്ന് പറയുന്നത് 35 അടിച്ചു. ഇനി അടുത്ത നെയിം അതുൽ അടിച്ചു, റോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു 20 അടിച്ചു, മാർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു
20 മാർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ സംഭവിച്ചതുണ്ടോ? അതായത് അതുൽ 20, പക്ഷെ നമ്മൾ മറ്റെന്താ സ്റ്റുഡൻറ്റ് 0ൻ്റെ മാർക്കാണ് കൊടുത്തത്, 35. നിൻ്റെ മാർക്കാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ 110 കൊടുത്തത്, അതായത് 11, അതായത് അതുൽ 20, നിൻ്റെ മാർക്കും കൊടുത്ത് 35. അപ്പോൾ 2 മെമ്മറിയിൽ 2 എന്താ പറയുക, മെമ്മറിയിൽ 2 ഇതുണ്ട്, 2 സ്റ്റുഡൻറ്റിൻ്റെ പേരും 2 അതിലൊക്കെ അവരെ മാർക്കും റോൾ നമ്പറും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഒരു 30 കുട്ടികളുടെയോ എന്താ പറയുക 30 കുട്ടികളുടെയോ ക്ലാസ്സിലെ മൊത്തം 50 കുട്ടികളുടെയോ ഒക്കെ ഡാറ്റ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഡാറ്റാസ് കൊടുക്കാം സ്ട്രക്ചറിൽ. അതായത് 5 സ്ട്രക്ചറോ 30 സ്ട്രക്ചറോ 50 സ്ട്രക്ചറോ ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡാറ്റാസ് അസൈൻ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം റോൾ നമ്പർ വെച്ചിട്ട് നമുക്ക് സ്റ്റുഡൻറ്റിനെ മെയിൻ പറ. ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ റെക്കോർഡിക്കലായിട്ട് ഓരോ ഡാറ്റകൾ സൂക്ഷിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ യൂസ്. അതായത് നമുക്കിപ്പം ഒരു ഡാറ്റ, നമുക്ക് ഒരാളുടെ ഡാറ്റ, നിന്റെ ഒരു റെക്കോർഡ് നമുക്ക് കീപ്പ് ചെയ്യണമെന്ന് വെച്ചോ. ഇതിപ്പോൾ ഈ കോഡ് റൺ ചെയ്യുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലാണ്, നീ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നിന്റെ ഡാറ്റാസ് ഒക്കെ കീപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചോ. അപ്പോൾ നിന്റെ ഡാറ്റാസ് ഒക്കെ C ലാംഗ്വേജ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ജാവാ സ്ക്രിപ്റ്റിലൊക്കെ നമ്മൾ JSON-ൽ കീപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ നമുക്ക് അറേയിലിട്ട് എഴുതാൻ പറ്റും. പൈത്തണിലാണെങ്കിൽ ലിസ്റ്റിലിട്ട് എഴുതാൻ പറ്റും, ഡിക്ഷണറിലിട്ട് എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ആ സ്ട്രക്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ ആൾക്കാരുടെ റെക്കോർഡ്, ഓരോ ആൾക്കാരുടെ ഡാറ്റ ഡീറ്റെയിൽ, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെയിം സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് സ്ട്രക്ചർ നമ്മൾ സാധാരണ ടെമ്പിൻ്റെ ലോജിക്ക് വെച്ചിട്ട് സോർട്ട് ചെയ്യാനും പറ്റും. അതായത് ഇപ്പോൾ റോൾ നമ്പർ ഇപ്പം കൂടി ലോ മുതൽ റോൾ നമ്പർ ഹൈ വരെ, അതിപ്പോൾ നമ്മൾ അടിച്ച് കയറ്റുന്നപ്പോൾ ഓരോ പോലെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ചിലപ്പം V വെച്ച് തുടങ്ങുന്ന ആളുടെ പേര് ആദ്യം അടിച്ച് കയറ്റും, പിന്നെ A വെച്ച് തുടങ്ങുന്ന ആളുടെ അടിച്ച് കയറ്റും. അപ്പം ആ ഒരു ഓർഡറിലല്ല പോവുക. ഓരോരുത്തർ ഇപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് ഓരോ ആൾക്കാരാണെന്ന് വെച്ചു, ഓരോ ആൽഫബറ്റിക് ഓർഡറിൽ വരുന്ന, കറക്റ്റ് ആൽഫബറ്റിക് ഓർഡറിൽ വരുന്ന പേരായിരിക്കില്ല ഓരോ ദിവസം ജോയിൻ ചെയ്യുന്നത്. ഒരു ദിവസം A വെച്ചുള്ള കുറേ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തു, അടുത്ത ദിവസം T വെച്ചുള്ള ജോയിൻ ചെയ്തു, പിന്നെ B വെച്ചുള്ള ജോയിൻ ചെയ്തു, പിന്നെ Z വെച്ചുള്ള ജോയിൻ ചെയ്തു, പിന്നെ L വെച്ചുള്ള, അങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. നമ്മൾ സാധാരണ സോർട്ട് ചെയ്യുന്ന മാതിരി നമ്മൾ സോർട്ടിങ് ലോജിക് ഇല്ലേ, ഇഫ് എന്താ പറയുക, സ്റ്റുഡൻറ്റ് 1ൻ്റെ റോൾ നമ്പർ ഗ്രേറ്റർ ദാൻ എന്താ പറയുക I+1 റോൾ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ടെമ്പ് വെച്ചിട്ടുള്ള സോർട്ടിങ് ഇല്ലേ, ടെമ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് S of j equal to S of 1, സ്റ്റുഡൻറ്റ് ഓഫ് 1, ആ ഒരു സോർട്ടിങ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ആ ഒരു ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് സോർട്ടായിട്ടൊക്കെ കിട്ടും. നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും, റോൾ നമ്പർ വെച്ച് സോർട്ട് ചെയ്യാം, മാർക്ക് വെച്ച് സോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ഓപ്പറേറ്റർ പറയാനുണ്ട്. ഇത് എക്സ്റ്റെൻസീവായിട്ട് C++ലാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇതിനെ നമ്മൾ സിയിലൊരു സ്ഥലത്ത് ഉപയോഗിക്കും, ഈ ഒരു ഓപ്പറേറ്ററിനെ. ഈ ഒരു ഓപ്പറേറ്ററാണ് സ്ട്രക്ചർ പോയിന്റിലാണ് ഈ ഒരു ഓപ്പറേറ്റർ ഉപയോഗിക്കുക നമ്മൾ. സ്ട്രക്ചർ പോയിന്റിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ്
ഈ ഒരു ഓപ്പറേറ്റർ. ഇതെന്ത് ഓപ്പറേറ്ററാ? സ്ട്രക്ചർ പോയിന്റർ ആണോ? ഈ ഒരു ഓപ്പറേറ്റർ എന്താ? ഇതെന്താ പറയാ? ഗ്രേറ്റർ ലിസ്റ്റ് പോയിന്റർ എന്നല്ല പറയാ, അതിന് ആ ഓപ്പറേറ്ററിന്റെ പേരെന്താ? ദിസ് പോയിന്റർ വരുന്നത് നമ്മളുടെ C++ലാണ് വരുന്നത്. ഈ ഒരു ഓപ്പറേറ്ററിന് ഒരു പേരുണ്ട്. ദിസ് പോയിന്റർ എന്ന് പറയുന്നത് അത് എന്താ പറയുക, ക്ലാസിന്റെ ഉള്ളിലെ ഒരു സംഭവത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാ, അല്ലാണ്ട് ഓപ്പറേറ്ററിന്റെ പേരല്ല. ഇതിന് പറയുന്ന പേരാണ് ആരോ ഓപ്പറേറ്റർ. ഓക്കെ, അതായത് നമുക്കൊരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലെ ഒരു മെമ്പറിനെ നമുക്കൊരു പോയിന്റർ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലെ മെമ്പറിനെ നമുക്ക് പോയിന്റർ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെ പറയുന്നതാണെന്ത്? സ്ട്രക്ചർ പോയിന്റർ. അതായത് പോയിന്റർ വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ അറയിലൊക്കെ പോയിന്റർ വെച്ചിട്ട് നമ്മൾ വേരിയബിളിനെ ആക്സസ് ചെയ്യില്ലേ, അതേപോലെ തന്നെ നമുക്ക് സ്ട്രക്ചറിൻ്റെ ഉള്ളിലെ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ, പോയിന്റർ വെച്ച് ആക്സസ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പറേറ്ററാണ് ആരോ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, തൽക്കാലം ഞാൻ എന്ത് ചെയ്യാം, ഇതിനപ്പം ഒരെണ്ണമായിട്ട് തന്നെ എടുക്കാം, സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ എടുക്കാം. ഇതൊക്കെ ഒഴിവാക്കുന്നുണ്ടേ. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പം ഒരു സ്റ്റുഡൻറ്റ് വേണ്ട, ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യാൻ പോവാണ്. ഈക്വൽ ടു ഓക്കെ വേണ്ട, നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് ഡോട്ട് റോൾ നമ്പർ ഈക്വൽ ടു 10, സ്റ്റുഡൻറ്റ് ഡോട്ട് മാർക്സ് ഈക്വൽ ടു 92.5, സ്റ്റുഡൻറ്റ് ഡോട്ട് റോൾ നമ്പർ മെത്തേഡ് നെയിമിന് എന്താ എങ്ങനെ എഴുതാൻ പറ്റുമോ? സ്ട്രിങ് ആണ് എന്ത് ചെയ്യണം? ഓക്കെ, ഇതൊന്ന് നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാന്ന്. കാരണം കണ്ടോ, അസൈൻമെന്റ് ടു എക്സ്പ്രഷൻ വിത്ത് അറേ ടൈപ്പ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരു ക്യാരക്ടർ അറയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രിങ് എന്നുള്ളത് ഒരു ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താ ചെയ്യുക അപ്പോൾ ഇതിനെ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ട്രിങ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം, വേണ്ടേ? വേണം ആണോ? അതായത് സ്ട്രിങ് ഉപയോഗിക്കുമ്പം സ്ട്രിങ് ഒരു സാധനത്തിലേക്ക് മറ്റേ സാധനത്തിലേക്ക് ഇടാൻ, ഒരു സംഭവത്തിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു സംഭവത്തിന് കൺകാറ്റിനേറ്റ് ചെയ്യാനൊക്കെ സ്ട്രിങ് ഫങ്ഷൻസ് ഉപയോഗിക്കണം നമ്മൾ. strcpy, strlen, strcat അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഡാറ്റാസ് ഉണ്ട്, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതാം. ഇതൊക്കെ നമുക്ക് കോപ്പി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കോപ്പി ആയിട്ടുണ്ട്, സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റാസ് കയറിയിട്ടുണ്ട്. ഇനി ഈ സ്ട്രക്ചറിനെ നമുക്ക് പോയിന്റർ വെച്ച് പോയിന്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു സ്ട്രക്ചർ പോയിന്റർ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ട്രക്ട് മാർക്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പാണ്. ഈ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ വേരിയബിളാണ് സ്റ്റുഡൻറ്റ്, കോമ ഇതിലേക്കൊരു പോയിന്റർ എങ്ങനെ സാധനം ഡിക്ലെയർ ചെയ്യാം, ഇൻഡിലെങ്ങനെ ഡിക്ലെയർ ചെയ്യാം നമ്മൾ, ഇൻഡിജർ പോയിന്റർ സ്റ്റാർ പി.
അതേപോലെ തന്നെ സ്ട്രക്ട് മാർക്സ് ഓഫ് സ്റ്റാർ പി. ഇതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ട് മാർക്സ് സ്റ്റാർ പി ആണത്. ഓക്കെ, ഇങ്ങനെയാണത്. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. ഇനി നമ്മൾ പി ഈക്വൽ ടു എങ്ങനെ എഴുതുക സാധാരണ ഇൻറ്റിജറിന്? ഇൻറ്റ് ഐയിലേക്ക് പോയിന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ എഴുതാം? ഇൻറ്റ് സ്റ്റാർ പി ഒരു ഇൻറ്റ് ഒരു ഐ ഉണ്ട്. ഇനി ഐയിലേക്ക് പോയിന്റ് ചെയ്യണം എങ്ങനെ? പി ഈക്വൽ ടു ആൻഡ് ഐ, ആംബസൻഡ് ഐ. അതേമാതിരി ഇവിടെ പി ഈക്വൽ ടു ആൻഡ് സ്റ്റുഡൻറ്റ്. ഓക്കെ, സ്ട്രക്ചറിൻ്റെ അഡ്രസ്സിലേക്ക് പോയിന്ററിനെ പോയിന്റ് ചെയ്തു. എന്ത് എറർ ഉണ്ടോക്കാം? എറർ ഇല്ല. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് പി വെച്ചിട്ട് സ്ട്രക്ചറിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. അതല്ലേ സ്ട്രക്ചർ പോയിന്റർ എന്ന് പറയുന്നത്. ഈ പി വെച്ചിട്ട് നമുക്ക് ഇതിലെ നെയിമും റോൾ നമ്പറും മാർക്കും പ്രിന്റ് ചെയ്യാൻ പറ്റണം. അതാണ് സ്ട്രക്ചർ പോയിന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഇനീഷ്യലൈസ് ചെയ്തിട്ട് താഴത്താണ് സ്ട്രക്ചറിനെ പോയിന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെങ്ങനെ നമ്മൾ പ്രിന്റ് ചെയ്യും പോയിന്റർ വെച്ചിട്ട്? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ? പി ആണ് എഴുതേണ്ടത്. അല്ലേ? പി അടുത്തെന്താ ചെയ്യാ? പി വെച്ച് എങ്ങനെ സ്ട്രക്ചറിന്റെ പി വെച്ച് എങ്ങനെ അഭിജിത്ത് പ്രിന്റ് ചെയ്യും? പി ഡോട്ട് നെയിം, പി ഡോട്ട് നെയിം പറ്റുമോ? ഓക്കെ, കണ്ടോ? ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആരോ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എങ്ങനെ പ്രിന്റ് ചെയ്യുക? സ്റ്റാർ പി ഇടും അല്ലേ ഇൻറ്റിജറിനൊക്കെ എടുക്കണമെങ്കിൽ. ഇതിൽ ഒരു പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചറിനെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പീനെ ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട്, അതായത് പി ഇപ്പോൾ ഓൾറെഡി സ്ട്രക്ചറിനെ ഇതിനെയാണ് പോയിന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്? ഒരു 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യത്തിൽ ഇപ്പം, അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താ ഉള്ളത്? നെയിം, റോൾ നമ്പർ, മാർക്കല്ല ഉള്ളത്. സ്റ്റുഡൻറ്റിൻ്റെ ഉള്ളിലുള്ളത് അഭിജിത്ത് 1092.5 എന്നുള്ള ഒരു സംഭവമാണുള്ളത്. അപ്പോൾ അത് സേവ് ചെയ്തത്, അഭിജിത്ത് സേവ് ചെയ്തിട്ടുള്ള നെയിമിനകത്താണ്. റോൾ നമ്പർ 10 സേവ് ചെയ്തത് റോൾ നമ്പറിനകത്താണ്. 92.5 സേവ് ചെയ്ത മാർക്കിനകത്താണ്. അപ്പോൾ പി വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ നെയിമിനെ പോയിന്റ് ചെയ്യണം. അപ്പോൾ പി പോയിന്റ് ചെയ്യുന്നത് എന്താ? ഈ ഒരു നെയിമിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. നെയിം എന്നുള്ളത് അഭിജിത്താണ്. അപ്പോൾ പെർസെൻറ്റേജിൽ പ്രിന്റ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യാം? നമ്മൾ സ്ട്രക്ചർ പോയിന്റർ വെച്ചിട്ട് പോയിന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പിയിൽ അതിന്റെ അഡ്രസ് അല്ലേ ഉണ്ടാവുക? അല്ല, അഡ്രസ് അല്ല ഉണ്ടാവുക. ഈ പി പോയിന്റ് ചെയ്യുന്നത് ഈ സ്ട്രക്ചറിന്റെ ഉള്ളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ എങ്ങനെ എഴുതുക? നമ്മൾ സാധാരണ പി ഒരു ഇൻറ്റ് ഐ ഈക്വൽ ടു 10 എഴുതി നമ്മൾ ഒരു ഇൻറ്റിജർ പോയിന്റ് ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് കോമ സ്റ്റാർ ക്യൂ ഡിക്ലെയർ ചെയ്തു. ഇനി ക്യൂ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ആൻഡ് ഐ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ക്യൂ എന്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? ഐയിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അതിൻ്റെ ഐയിൽ എന്താ ഉള്ളത്? അതിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഐൻ്റെ അഡ്രസ്സാണ് ക്യൂവിലുള്ളത്. അപ്പോൾ ക്യൂവിനെ ഡീറെഫറൻസ് ചെയ്യണം. അപ്പോൾ സ്റ്റാർ ക്യൂ എഴുതിയാലേ അതിൻ്റെ ഉള്ളിലുള്ള കിട്ടുള്ളൂ. അതേമാതിരി പീന് എന്ത് ചെയ്യണം?
പീനെ ആരോ ഉപയോഗിച്ചിട്ട് ഇടണം. കാരണം ഇവിടെ സ്റ്റാർ പി എന്നുള്ള സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം പീൻ്റെ ഉള്ളിൽ എന്തുണ്ട്, 3 ടൈപ്പ് ഓഫ് ഡാറ്റാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഇതിങ്ങനെയാണ് സംഭവം. ഞാൻ നേരത്തെ അവിടെ ഒരു വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണുള്ളത്, കണ്ടോ? അതായത് ഇവിടെ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ അഭിജിത്ത് ഉണ്ട്. ഈ ക്യാർ 1 ബൈറ്റിൽ ക്യാർ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ. അതുകൊണ്ട് ഇൻ്റെ റോൾ നമ്പറിൽ എന്തുണ്ട്, റോൾ നമ്പർ ഉണ്ട്, ഇവിടെ മാർക്കും ഉണ്ട് ഫ്ലോട്ടിൽ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ജസ്റ്റ് പി എന്നുള്ള ഒരു പോയിൻ്റർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ പോയിൻ്ററിന് എന്ത് ചെയ്യുക, നമ്മൾ ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിൻ്റർ ആരോ നെയിം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു മെമ്മറിയാണ്. ഈ ഒരു മെമ്മറിയിലേക്കാണ് ഇത് പോയിന്റ് ചെയ്യുക ആരോ ഉപയോഗിച്ചാൽ. അപ്പോൾ ഇവിടെയുള്ള ഒരു ഡാറ്റ നമുക്ക് പെർസെൻറ്റേജിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റേനാണ് പോയിന്റ് ചെയ്യുന്നത് ഈ പി എന്നുള്ളത്, ഈ ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ. ഓക്കെ, നമുക്ക് ആരോന്റെ ഉള്ളിലല്ല, ആരോ ഒരു ഓപ്പറേറ്റർ ആണ്, അത് കമ്പൈലറാണ് ചെയ്യുന്നത് ആ ഓപ്പറേറ്ററിനെ വെച്ചിട്ട്. ആരോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കാനുള്ള, അതായത് ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഡാറ്റാസ് ടൈപ്പുള്ള ഒരു എന്താ പറയുക, ഒരു കളക്ഷനെ നമുക്ക് അതിന് ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ശരിക്കും പറഞ്ഞാൽ ആരോ ഓപ്പറേറ്റർ. ഓക്കെ, നമ്മൾ ഡോട്ട് ഉപയോഗിക്കൂലേ മറ്റേതിൽ, നമ്മൾ ഡോട്ട് ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രക്ചർ ഡോട്ട് നെയിം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെയിം കിട്ടൂലേ, അതേപോലെ പോയിന്റർ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം, പോയിന്റർ ആരോ നെയിം എന്ന് എഴുതണം. സ്ട്രക്ചർ ഡോട്ട് നെയിം എന്ന് എഴുതുന്നതിന് പോലെ പോയിന്റർ ആരോ നെയിം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ആ ഒരു ഇതിലെ നമുക്ക് വാല്യൂസ് നമുക്ക് കിട്ടും, അഡ്രസ് സ്പേസിലെ വാല്യൂസ്. ഓക്കെ, അല്ല ഇത് നീ കൺഫ്യൂസ്ഡാ. കാരണം എന്താ വെച്ചാൽ ഈ ആരോ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തുണ്ടാക്കിയ ഓപ്പറേറ്റർ അല്ല. അതൊരു പണിയുണ്ട്. അതായത് ഇപ്പോൾ പ്ലസ് മൈനസും എങ്ങനെ സംഭവിക്കുന്നത്, പ്ലസ് ചെയ്യുമ്പോൾ എങ്ങനെ കൂട്ടുന്നു, മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെ കുറയുന്നു, മൈനസ് ചെയ്യുമ്പോൾ എന്താ കൂടാത്തതെന്ന് പറയുന്ന മാതിരിയാണ് ഇപ്പം നീ ചോദിക്കുന്നത്. ഓരോരോ ഓപ്പറേറ്ററിനും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫങ്ഷനാലിറ്റി ഉണ്ട്. ആ ഒരു ആരോൻ്റെ ഫങ്ഷനാലിറ്റിയാണ് ഇത്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ആരോ അതുകൊണ്ടാണ് നമുക്ക് വേറൊരു ഇതിന് അറേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതേപോലെ വേറെ സ്ട്രിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. സ്ട്രക്ചറിനാണ് ആരോ ഉപയോഗിക്കാനുള്ളത്. സ്ട്രക്ചർ പോയിന്റർ ഉപയോഗിക്കുമ്പോഴാണ് ആരോ ഉപയോഗിക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ സെഷൻ ഇന്ന് പറഞ്ഞത് ഇപ്പോൾ ഫംഗ്ഷൻ പോയിന്ററിനെ പറ്റി പറഞ്ഞു, ഫംഗ്ഷൻ പോയിന്ററിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ സ്ട്രക്ചർ എന്താ പറഞ്ഞു, സ്ട്രക്ചർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, സ്ട്രക്ചർ എങ്ങനെ കോഡ് ചെയ്യാം, സ്ട്രക്ചറിൽ എങ്ങനെ മൾട്ടിപ്പിൾ സ്ട്രക്ചർ എങ്ങനെ എഴുതാം, സ്ട്രക്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ എന്താണ് സ്ട്രക്ചർ പോയിന്ററിൻ്റെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറഞ്ഞത്. നാളെ സ്ട്രക്ചറിൻ്റെ കുറച്ച് എക്സാമ്പിളും കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും. പിന്നെ എന്താ നെസ്റ്റഡ് സ്ട്രക്ചർ എന്താണെന്ന് പറയും. പിന്നെ ഈ ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഒരു 2-3 ഒരു എന്താ പറയുക എക്സാമ്പിൾസും കൂടെ നമ്മൾ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് നാളെ ചെയ്യുന്നത്. പിന്നെ സ്ട്രക്ചർ ബിറ്റ് ഫീൽഡ് എന്താന്ന് പറയും. നമ്മൾ യൂണിയൻ വരെ നാളെ തുടങ്ങും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തേക്ക്. ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് ചെയ്യും. പക്ഷെ ഞാൻ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഓക്കെ.